വളരെ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ ആത്മഹത്യയിലേക്ക് വരെ പോകുന്ന ഒരു ആത്മബലം കുറഞ്ഞിട്ടുള്ള ഒരു തലമുറയാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അവരൊക്കെ ഇത്തരം പുസ്തകങ്ങൾ വായിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ ഇത്തരം ചടങ്ങ് പരിപാടികളിൽ, സാഹിത്യ സാംസ്കാരിക പരിപാടികളിൽ ഒരു 40-ന് മുകളിലുള്ള ആളുകൾ മാത്രമേ പങ്കെടുക്കാറുള്ളൂ എന്നുള്ളതാണ് സാധാരണ. അവിടെയും യുവാക്കളെയും നമുക്ക് കാണാൻ കഴിയില്ല, കൗമാരപ്രായക്കാരെ തീരെയും കാണാൻ കഴിയില്ല. അതുകൊണ്ട് അവരെ കൊണ്ടുവരികയും അവർക്ക് ഇത്തരം പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതിൽ ജീവിതത്തിലെ അതിഭീകരമായിട്ടുള്ള പരീക്ഷകളെ അതിജീവിക്കുന്ന ഒരു വ്യക്തിയുടെ പോരാട്ടത്തിൻ്റെ ചരിത്രമാണ്. അതിൽ എനിക്ക് വളരെ ഹൃദയസ്പർശിയായിട്ട് തോന്നിയ ഒന്ന്, 14 വർഷത്തിന് ശേഷമാണ് പേന കൊണ്ട് എഴുതുന്നത് മായ. അത് അത്രയും കാലത്തിന് ശേഷം എഴുതുമ്പോൾ അവർക്ക് ഇനി എഴുതാൻ പറ്റുമോ എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. എങ്കിലും വിജയകരമായിട്ട് അവർ എഴുതുകയാണ് ആദ്യം 14 വർഷത്തിന് ശേഷം. അങ്ങനെയുള്ള ഒരുപാട് നമ്മുടെ മനസ്സിനെ തൊടുന്ന നിരവധി കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കവിത, അവരുടെ കവിതകളും സവിശേഷമായിട്ടുള്ള ശ്രദ്ധ അർഹിക്കുന്ന കവിതകളാണ്. അതിലെ ഒരു വരി എനിക്ക്, അപാരതയുടെ വിരൽത്തുമ്പിൽ ഞാനൊന്ന് ചുംബിച്ചോട്ടെ എന്ന് പറയുന്നൊരു വരി. അപാരതയുടെ വിരൽത്തുമ്പിൽ ഞാനൊന്ന് ചുംബിച്ചോട്ടെ. ഇത് തീർച്ചയായിട്ടും മഹാകവി ജി ശങ്കരക്കുറുപ്പിനെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ്. കാരണം മലയാളത്തിലെ ഏറ്റവും ദാർശനികൻ എന്ന് പറയുമ്പോൾ ഈ കോസ്മിക് വിഷനുള്ള ഒരു പ്രപഞ്ച വീക്ഷണമുള്ള, വിശ്വദർശനം എന്ന് അദ്ദേഹം തന്നെ പേരിടുന്ന അത്തരത്തിലുള്ളൊരു വീക്ഷണമുള്ള ഒരു അപൂർവ കവിയായിരുന്നു. പലതരത്തിലുള്ള കവികൾ നമുക്കുണ്ടായിട്ടുണ്ട്. കാൽപ്പനിക കവികളുണ്ടായിട്ടുണ്ട്, വിപ്ലവ കവികളുണ്ട്, അതുപോലെ തന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കവികളുണ്ട്, ആധുനികരുണ്ട്. അതിലൊന്നും അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്ന ഒന്ന്, മലയാളത്തിൽ അധികം കവികൾക്ക് ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രപഞ്ച വീക്ഷണം അദ്ദേഹത്തിനുണ്ടെന്നുള്ളതാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ അപാരതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ ഒരു അനന്തതയെ സംബന്ധിച്ച ഒരു വല്ലാത്ത ഒരു ദർശനം ഉൾപ്പെടുന്ന കവിതകളാണ്. ഒരുപക്ഷെ അതുപോലെ മറ്റൊന്നും നമുക്ക് കാണാൻ കഴിയുക വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയൊക്കെ ചില കൃതികളിലാണ്. പനർഗ നിമിഷം പോലെയൊക്കെയുള്ള കൃതികളിൽ നമുക്ക് അങ്ങനെ ഒരു ഈ അപാരതയുമായിട്ട് ഏറ്റുമുട്ടി അതിനു മുന്നിൽ വിനയാന്വിതനായി നിന്ന് പോകുന്ന സാധാരണ മനുഷ്യൻ്റെ ഒരു ഇടപാട്, അത് ആത്മീയത എന്ന് വിളിക്കാം. അത് ഉയർന്ന തരത്തിലുള്ള ആത്മീയത. സാധാരണ നമ്മൾ വീക്ഷിക്കുന്ന അനുഷ്ഠാനങ്ങളുടെ ഭക്തിയിലും ഈശ്വരനിലും ഒക്കെ ഒതുങ്ങി നിൽക്കുന്ന ഒരു തരം ആത്മീയതയല്ല. അത് ഈ അനന്തമായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ വിസ്മയത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു ചെറിയ ജീവി മാത്രമായിട്ടുള്ള മനുഷ്യൻ്റെ ഒരു ഉക്കടമായിട്ടുള്ള ഒരു പ്രാർത്ഥന പോലെയുള്ള ഒന്നാണ്. അതിൻ്റെ ഒരു ചില തരികൾ, ചില പുരികളൊക്കെ നമുക്ക് മായയുടെ കവിതയിലും കാണാൻ കഴിയും. ഞാനും അതിൻ്റെ ഇവിടെ വിശദമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ പോലും ഞാനതിന് തൽക്കാലം നീങ്ങുന്നില്ല. പക്ഷെ അതിലെ ഈ കവിതകളുടെ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത്, ഇതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള കവിതകളാണ് ഇതിലുള്ളത്. ചില കവിതകൾ, ഇപ്പോൾ മണ്ണാങ്കട്ടയും കരികിൽ എന്നുള്ള കവിത തന്നെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഒരു ദേശീയ, നമ്മുടെ ഒരു ഗ്രാമ്യ ഭാഷയിലൊക്കെയുള്ള നമ്മുടെ സാധാരണ പദപ്രയോഗങ്ങളൊക്കെ വരുന്ന ഒരു കവിതയായിട്ട് വരുമ്പോൾ തന്നെ ചില കവിതകൾ വളരെ ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു പരിചരണം കൊടുത്തിട്ടുള്ള കവിതകൾ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ നമ്മുടെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കേരളീയത പോലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളീയ ഗ്രാമീണ സൗന്ദര്യങ്ങളെ അതിനെ അടയാളപ്പെടുത്തി വയ്ക്കുന്ന, പലപ്പോഴും ഇപ്പോൾ പലർക്കും അപരിചിതമായി പോയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് ഇതിൽ. അത് തിരിച്ചുയാത്ര എന്ന് പറയുന്ന കവിതയിൽ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ഇന്ന് കാണാൻ കഴിയില്ല. അപ്പോൾ കുറുന്തോട്ടിയിൽ എഴുതാനൊക്കെ അറിയുന്നത്ര കുട്ടികളുണ്ട്, അല്ലെങ്കിൽ അത് അറിഞ്ഞോളണമെന്നില്ല, അറിഞ്ഞില്ലെങ്കിലും ജീവിക്കാം. പക്ഷേ അതൊക്കെ നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ്. അതിലങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, മുക്കുറ്റി ചാന്തിൻ്റെ കാര്യം പറയുന്നുണ്ട്, കിണറ്റിൻകരയിലെ കൃഷ്ണകാന്തിയെ പറ്റി പറയുന്നുണ്ട്, ജന്മാസ സന്ധ്യയിലെ നവധാന്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇന്ന് നമ്മളത് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ കാലത്തെ വികസനവാദികൾ അതിനെ വളരെ ഒരു പിന്തിരിപ്പൻ സംഗതിയായിട്ടും വികസന വിരുദ്ധതയായിട്ടൊക്കെയാണ് പലപ്പോഴും പറയുന്നത്. അപ്പോൾ ഈ അടുത്ത് ഞാനൊരു ലേഖനം ഒരു വാരികയിൽ വായിക്കേണ്ടായി. അതിൽ അദ്ദേഹം സമർത്ഥിക്കുന്നത് പ്രകൃതിയെ പറ്റിയിട്ടുള്ള ഉത്കണ്ഠ എന്ന് പറയുന്നത് മനുഷ്യവിരുദ്ധമായിട്ടുള്ളൊരു സംഗതിയാണ്. ആ രീതിയിലാണ് അതിനെ പറഞ്ഞു കൊണ്ടുവരുന്നത്. മനുഷ്യവിരുദ്ധതയാണ് ഈ പ്രകൃതി സ്നേഹികളായിട്ടുള്ള കവികൾക്കൊക്കെ ഉണ്ടായിരുന്നത് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ സൂതകുമാരിയെ പോലെയൊക്കെയുള്ള ആളുകൾ ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ വലിയ കഷ്ടമായിരുന്നു. കാരണം അവർക്ക് ഒരുപാട്
ഈ ഫേസ്ബുക്കിലൊക്കെ ഉള്ള നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ആക്രമണകാരികൾ അവരൊക്കെ ഏത് രീതിയിലാണ് ആക്രമിക്കുക എന്ന് പറയാൻ കഴിയില്ല. ഒരിക്കലും ഈ പ്രകൃതി സ്നേഹികളായിട്ടുള്ള കവികൾ എന്ന് പറയുമ്പോൾ വേഴ്സ്വർത്ത് മുതലോ അതിനു മുമ്പ് മുതലോ ഏറ്റവും പുതിയ കാലത്ത് ആളുകളിലേക്ക് വരെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ധാരയാണത്. അത് മനുഷ്യവിരുദ്ധമല്ല, സർവ്വചരാചരങ്ങളെയും ഒരുപോലെ കാണുന്ന ഒരു വിഷന്റെ ഭാഗമാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന, പ്രകൃതി അടക്കി ഭരിക്കുന്ന, അല്ലെങ്കിൽ എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനായിട്ടുള്ള ഒരു ജീവി എന്നുള്ള രീതിയിൽ മനുഷ്യ കേന്ദ്രിതമായിട്ട് മാത്രം കാണുന്ന ഒരു രീതി ഒഴിവാക്കിക്കൊണ്ട് അതിനപ്പുറത്തേക്ക് കൂടി കാണുന്ന തരത്തിലുള്ള കവിതകളാണ് അവർ എഴുതിയിരുന്നത്. ആ കവിതകളുടെയൊക്കെ ഒരു ചാർച്ച ഇതിൽ പല കവിതകൾക്കും കാണാൻ കഴിയും. അതിനെ വേണമെങ്കിൽ നമുക്ക് പുതിയ കാലത്തെ ഒരു കോർപ്പറേറ്റ് മുതലാളിത്ത സമീപനത്തിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ശാസ്ത്രബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ശാസ്ത്രബോധം നമ്മെ പഠിപ്പിക്കുന്നത് വലിയ വലിയ പദ്ധതികൾ, വലിയ വലിയ കാര്യങ്ങൾ, വലിയ വേഗതകൾ, വലിപ്പങ്ങളെ കുറിച്ച് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനപ്പുറത്ത് നമുക്ക് ഓരോ പ്രദേശത്തിനും അതിൻ്റേതായിട്ടുള്ള തനതായിട്ടുള്ള പ്രത്യേകതകളും അതിൻ്റെ സാംസ്കാരിക പാരമ്പര്യങ്ങളും അതിൻ്റെ സവിശേഷതകളും ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ആ ഒരു ജനതയുടെ സ്വഭാവങ്ങളുടെയൊക്കെ ഒരുപാട് ഘടകങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ശാസ്ത്രീയമായ വികസനം, അതാണ് ശരിക്കും ശാസ്ത്രീയമായ വികസനം എന്ന് പറയുന്നത്. ആ വികസനത്തിനകത്ത് നമ്മൾ എല്ലാ പുല്ലും പുഴുവും പൂമ്പാറ്റയും ഒക്കെ തന്നെ ഉൾപ്പെടുന്നുണ്ട്. അവരുടെയൊക്കെ രക്ഷ ഉൾക്കൊണ്ടുകൊണ്ടുള്ളതാണ്. അവരുടെയൊക്കെ തന്നെ പരിരക്ഷിക്കുന്ന തരത്തിലുള്ള ഉയർന്ന തരത്തിലുള്ള മാനവികതയാണ്. ആ മാനവികതയാണ് മനുഷ്യവിരുദ്ധത എന്നുള്ള രീതിയിൽ ഈ കാലത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പഴയ കാലത്ത് ഒരുപാട് വാദപ്രതിവാദങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള വിഷയങ്ങളാണെങ്കിലും വീണ്ടും അതൊക്കെ വരികയാണ്. അത് വരുന്നത് പുതിയൊരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ രാഷ്ട്രീയത്തിന് നമുക്ക് കോർപ്പറേറ്റ് മുതലാളിത്ത രാഷ്ട്രീയം എന്ന് പറയാം. നിർഭാഗ്യവശാൽ പുരോഗമനത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ പോലും അത്തരത്തിലുള്ള ഒരു ശാസ്ത്രബോധത്തെ അറിഞ്ഞോ അറിയാതെയോ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് പിന്നെ പ്രകൃതിയെക്കുറിച്ചോ പരിസ്ഥിതിയെക്കുറിച്ചോ ആകുലപ്പെടുന്നവരെ മുഴുവൻ ആക്രമിക്കുന്ന രീതി നിലനിൽക്കുന്നു. ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇതില് കവിതകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ വ്യത്യസ്തതകളുള്ള കവിതകളാണ് മായയിൽ എഴുതി വെച്ചിട്ടുള്ളത്. ചില കവിതകൾ പലതും എങ്കിൽ പോലും എല്ലാ കവിതകളിലും പൊതുവായിട്ട് കാണാവുന്ന ഒന്ന് ഒരു ജലാംശമാണ്. വെള്ളത്തിനോടുള്ള ജലം, ഒരു ആർദ്രതയോടുള്ള ഒരു കവിയുടെ ഇഷ്ടം നമുക്ക് എല്ലാ കവിതകളിലും കാണാൻ കഴിയും. അത് മഴയോട് മാത്രമല്ല, ഒരു ഒരുപക്ഷെ ഹൃദയത്തിൻ്റെ നനവായിരിക്കാം, അല്ലെങ്കിൽ മനസ്സിൻ്റെ നനവായിരിക്കാം കവി ഉദ്ദേശിക്കുന്നത്. ഒരു ജലാംശത്തിന് വേണ്ടിയിട്ടുള്ള വേനലിലും വരൾച്ചയിലുമൊക്കെ ജലാംശത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പിടച്ച് നമുക്ക് കവിതകളിലൊക്കെ തന്നെ കാണാൻ കഴിയുന്ന ഒന്നാണ്. അതുപോലെ തന്നെ അതിജീവനത്തിൻ്റെതായിട്ട് നമ്മളൊരിക്കലും ഈ കവിതകൾ ലോകം മുഴുവൻ ജീവിതം എന്ന് പറയുന്നത് വളരെ ദുഃഖ സാന്ദ്രമായിട്ടുള്ള ഒന്നാണ് എന്നുള്ളൊരു നൈരാശ്യത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല. അത് അവരുടെ ജീവിതം പോലെ തന്നെ ജീവിതം കൊണ്ട് തന്നെ കാണിച്ചതുപോലെ ഒരു കവിതയിൽ ഗാന്ധിജിയെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. ജീവിതം തന്നെ സന്ദേശമാക്കിയ മഹാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഗാന്ധിജിയുടെ മറ്റാർക്ക് കഴിയാത്ത, നമുക്ക് ഒരിക്കലും കഴിയാത്ത കാര്യം എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ഒരു വെറും വാക്കല്ല. അത് വെറുതെ പറയാൻ കഴിയില്ല. അത് അത്ര ധൈര്യത്തോടുകൂടി ഒരാൾ പറയുന്നതാണ്. എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം എന്ന് പറയുന്നതാണ്. അപ്പോൾ അതുപോലെ ജീവിതം കൊണ്ട് തന്നെ അത്തരം ഒരു സന്ദേശം കാണിച്ചിട്ടുള്ള ഒരു ആൾ പറയുമ്പോൾ അതിന് കൂടുതൽ ഒരു ശക്തി ഉണ്ടായിരിക്കും. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഈ കവിതയിലൂടെ ഒരു ഉണർവിൻ്റെയും ഉന്മേഷത്തിൻ്റെയും ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിൽ കാണാൻ കഴിയും. പ്രതിരോധത്തിൻ്റെ സംഗതിയിൽ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ കവിത നമ്മൾ സാധാരണ പറയുന്ന ഒരു പിത അനുസാരി എന്ന് പറയും. ദുഃഖിക്കുന്നവരുടെയും പീഡിപ്പിക്കപ്പെടുന്നവരുടെയും മർദ്ദിതരുടെയും ഭാഗത്ത് നിൽക്കുന്ന കവിയാണ്. യുദ്ധങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കവിതയിലുണ്ട്, യുദ്ധങ്ങൾ ഒരു കവിതയുണ്ട്. അതുപോലെ തന്നെ അക്ഷയദീപം എന്ന് പറയുന്ന ഒരു കവിതയിൽ ഒരു തീപ്പൊരി കെടാതെ എന്നും ജ്വലിച്ചിരിക്കണം ആത്മാവിൽ, ഏത് കാറ്റിലും അണഞ്ഞിടാതെ ഉയർത്തെഴുന്നേൽക്കണം എന്നുള്ള ഒരു സന്ദേശം നമുക്ക് തരുന്നുണ്ട്. ഇത്തരം കവിതകൾ വായിക്കുമ്പോഴാണ് വീണ്ടും നമുക്ക് കവിത എന്ന് പറയുന്ന ഒരു മഹനീയമായിട്ടുള്ള കലാ ശാഖയുടെ അല്ലെങ്കിൽ ആ ഒരു സമ്പ്രദായത്തിൻ്റെ ശക്തി നമുക്ക് മനസ്സിലാവുന്നത്. അത് മറ്റൊന്നിലൂടെ കിട്ടുന്നതല്ല. എനിക്ക് പലപ്പോഴും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഒരു വിചാരം എങ്ങനെയെന്ന് വെച്ചാൽ, നമുക്ക് ഭാഷ കൊണ്ട് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭാഷ കൊണ്ട് നമുക്ക് തത്വചിന്ത പറയാം,
രാഷ്ട്രീയം പറയാം, പ്രത്യയശാസ്ത്രങ്ങൾ അവതരിപ്പിക്കാം, നാടകം ഉണ്ടാക്കാം, കഥയുണ്ടാക്കാം, പലതും ചെയ്യാം. പക്ഷേ കവിത പോലെ ഒന്ന് ഭാഷയ്ക്കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും അപൂർവമായിട്ടുള്ളതും ഏറ്റവും പരമാവധിയായിട്ടുള്ള ഒന്നാണ്. അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അത് ഭാഷയെ കവിത മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ സ്ഥിരം വ്യവഹാരങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ സ്വീകരിച്ചിട്ടുള്ള അർത്ഥങ്ങൾക്ക് അപ്പുറത്തേക്ക് വാക്കുകളെ കൊണ്ടുപോകും, പുതിയ അർത്ഥങ്ങൾ തരുന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ഇതിൽ വെയിലത്തിട്ട് ഉണക്കിയ കിളിക്കൂട്ടിലെ കുഞ്ഞിക്കിളിയുടെ ഇമയനക്കങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ്, അതിനെ യുക്തിപരമായിട്ട് ഒരിക്കലും നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അതിന് എന്താണ് അതിനൊക്കെ കൃത്യമായിട്ട് അർത്ഥം എന്നതല്ല, അത് ഉണ്ടാക്കുന്നൊരു അനുഭൂതിയാണ്. ഈ അനുഭൂതി തന്നെയാണ് കവിതയുടെ സാരം. അത് പലപ്പോഴും പുതിയ കവിതയിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെന്ന് കൂടി എനിക്ക് തോന്നുന്നുണ്ട്. അത് വളരെ പ്രമേയപരമായി തീരുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ കാണുന്നത്. പുതിയ കവിതകൾ നല്ല കവിതകളൊക്കെ തന്നെയാണെങ്കിൽ പോലും അതിൽ ഭാഷ കൊണ്ട് ചെയ്യാവുന്ന ചില മികവുകളൊന്നും അതിൻ്റെ സാധ്യതകളൊന്നും ഉപയോഗിച്ച് കാണുന്നില്ല. ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, ശക്തമായിട്ട് പറയുന്നുണ്ട്, തീക്ഷ്ണമായിട്ട് പറയുന്നുണ്ട്, നല്ല പ്രമേയങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ചില ദർശനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഭാഷ കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയാവുന്ന ചില മാജിക്കുകളുണ്ട്, ചില വിദ്യകളുണ്ട്. അത് പലപ്പോഴും അപൂർവമായിട്ട് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അങ്ങനെയുള്ള ചിലതൊക്കെ നമ്മുടെ ഈ കവിതയിൽ കാണാൻ കഴിയില്ല. ഒരു പ്രയോഗം ഉദാഹരണം